വളരെ പ്രധാനപ്പെട്ട വാർത്ത. കോഴിക്കോട് ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ ഷിംജിത മുസ്തഫ അറസ്റ്റിലായിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഇപ്പോൾ ഷിംജിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഷിംജിത ഒളിവിലായിരുന്നു. ഷിംജിതയുടെ റീൽ പ്രചരിച്ചതിന് ശേഷമാണ് മനോദുഃഖത്തിൽ ദീപക് ആത്മഹത്യ ചെയ്തത്. അത് വലിയ രീതിയിലുള്ള രോഷമാണ് സംസ്ഥാനത്തെങ്ങും ഉണ്ടാക്കിയത്. ഷിംജിതയുടെ നടപടി ഏറെ വിമർശിക്കപ്പെടുകയും ഷിംജിത ക്രിമിനൽ നടപടികൾ ഏറ്റുവാങ്ങുകയും ചെയ്യണമെന്ന് വലിയ രീതിയിൽ ആവശ്യമുയർന്നിരുന്നു. ഷിംജിതയ്ക്കെതിരെ കേസെടുത്തിരുന്നു. ശേഷമാണ് ഷിംജിത ഒളിവിൽ പോയത്. ഒടുവിൽ ഷിംജിത പിടിയിലായിരിക്കുകയാണ്. വീട്ടിൽ വെച്ചാണ് ഷിംജിതയെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് രാവിലെ വലിയ രീതിയിൽ പരിശോധന ഭാഗത്തൊക്കെ നടത്തിയിരുന്നു. ഉച്ചയ്ക്ക് മുമ്പാണ് ഇവർ പിടിയിലായത്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് അവരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയം നമുക്ക് കൊടുക്കാൻ സാധിക്കും. എന്തായാലും വലിയ രീതിയിലുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ വരുന്ന ഒരു സംഭവത്തിൽ ഇപ്പോൾ ഷിംജിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിനിടയിൽ ഈ അറസ്റ്റ് ഭയന്ന് ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് ജില്ലാ കോടതിയിൽ നൽകിയിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അല്പസമയം ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. ഇവർ രാജ്യം വിട്ട് മക്കളെ, കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട്. ഇവള് ദുബായിലും കരാനമയിലും ഒരു എങ്ങും പോയിട്ടില്ലായിരുന്നു, മനസ്സിലായോ? അതൊക്കെ ഒരു റൂമർ അടിച്ചിറക്കിയത് ആൾക്കാർ. ബിക്കോസ് അന്നേരം ഇപ്പൊ ഇവള് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വടകര വീട്ടിൽ നിന്നാണ് പൊക്കി എന്ന് പറയുന്നത്, ഏതോ ഒരു ബന്ധു വീട്ടിൽ നിന്നാണ്. അപ്പൊ അവിടെ കയറി ഇവള് അടയിരുന്ന ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ജാമ്യമല്ല, കോപ്പ് കിട്ടും. ഒരു ബെയിലും കിട്ടത്തില്ല. നോൺ ബെയിലബിൾ കേസ് തന്നെയാണ്. നിനക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ ആത്മഹത്യ പ്രേരണ കുറ്റമല്ല, നീ ഒരു കൊലപ്പുള്ളിയാണ്. നിനക്ക് കിട്ടുന്നതിന്റെ മാക്സിമം ശിക്ഷ കിട്ടണം. ഒരു 10 കൊല്ലമെങ്കിലും നീ മിനിമം ഉള്ള കിടക്കണം എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നു, കേരളത്തിലെ എല്ലാ ജനങ്ങളും. എനിവേ, കേരള പോലീസിന് ബിഗ് സല്യൂട്ട്. കേരള പോലീസിന് ആദ്യമേ ആൾക്കാർ തെറ്റിദ്ധരിച്ച് ഇത് കറക്റ്റായിട്ടല്ലല്ലോ ഇത് പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ, പൊക്കത്തില്ല, അവൾ രക്ഷപ്പെടാൻ സമയം കൊടുത്തത് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് വീഡിയോസ്. പക്ഷെ അവർ കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തേക്ക് പോയില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അവൾക്കറിയാം ദുബായിൽ പോയി കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് വെച്ചാൽ ദുബായിലൂടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ദുബായിൽ പോകത്തില്ലെന്നറിയാം. അപ്പോൾ അവൾ അത് മണ്ടത്തരം അവൾ ചെയ്യുന്നത് നമുക്കറിയാം. അവിടെയുള്ള ആൾക്കാർ പിടിച്ചു കൊടുക്കുന്നു ചെയ്ത് ഇത്രയും വൈറലായില്ലേ ഈ ന്യൂസ്. എനിവേ, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ദീപക്കിന് നീതി കിട്ടണം. അതിന് ഇവക്ക് കിട്ടാവുന്നതിന്റെ മാക്സിമം ശിക്ഷ കിട്ടണം. ഇവൾ ഒരിക്കലും ജാമ്യം പോലും കിട്ടാൻ പാടില്ല, അകത്ത് കിടക്കണം. അത്രേ ഉള്ളൂ എനിക്ക് നിമിഷത്തിൽ പറയാൻ. മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഈ സന്തോഷ വാർത്ത എല്ലാവരും അറിയട്ടെ. ഓക്കെ, ആൻഡ് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജും കൂടെ ഫോളോ ചെയ്ത് കൂടിക്കോളൂ.